രാജ്യത്തെ SUV പ്രേമികൾ കാത്തിരുന്ന റെനോ ഡസ്റ്റർ തിരിച്ചുവരുന്നു. പുതിയ റെനോ ഡസ്റ്റർ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഔദ്യോഗികമായി പുറത്തിറക്കും. ഇന്ന് ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണിയുടെ 4/1 വരുന്ന മിഡ് സൈസ് SUV ശ്രേണിയുടെ തുടക്കം ഡസ്റ്ററിൽ നിന്നായിരുന്നു. 2012-ൽ ഇന്ത്യയിലെത്തിയ ഈ വാഹനം ഒരു പതിറ്റാണ്ടിന്റെ ഗംഭീര പ്രകടനത്തിന് ശേഷം 2022-ലാണ് ഇന്ത്യൻ നിരത്തുകളോട് വിട പറഞ്ഞത്. ഡസ്റ്റർ രാജ്യത്തെ SUV വിപണിയെ പൂർണ്ണമായി മാറ്റിമറിച്ചതായി കമ്പനി അവകാശപ്പെടുന്നു. റെനോയുടെ ഇന്റർനാഷണൽ ഗെയിം പ്ലാൻ 2027-ന്റെ ഭാഗമായി ഇന്ത്യയിൽ പുറത്തിറക്കുന്ന ആദ്യ ഉൽപ്പന്നമാണ് ഈ പുതിയ ഡസ്റ്റർ. ഇന്ത്യ കേന്ദ്രീകരിച്ച് കമ്പനി നടപ്പാക്കുന്ന റെനോ റീതിങ്ക് പദ്ധതിയുടെ ഭാഗം കൂടിയാണ് പുതിയ വാഹനം. ഡസ്റ്റർ എന്നത് ഒരു പേരല്ലെന്നും അതൊരു യഥാർത്ഥ ഇതിഹാസമാണെന്നും റെനോ ഗ്രൂപ്പ് ഇന്ത്യ CEO സ്റ്റെഫാൻ ഡെബ്ലേസ് പറഞ്ഞു. സാഹസികതയുടെയും വിശ്വാസ്യതയുടെയും നവീകരണത്തിന്റെയും പ്രതീകമായ റെനോ ഡസ്റ്ററിന്റെ തിരിച്ചുവരവ് ഇന്ത്യൻ വിപണിയോടുള്ള തങ്ങളുടെ പ്രതിബദ്ധതയും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വാഹനങ്ങൾ നൽകാനുള്ള തങ്ങളുടെ ആഗ്രഹവുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. പുതിയ ഡസ്റ്റർ അതിന്റെ ഇതിഹാസ പാരമ്പര്യത്തെ പിന്തുടരുന്നതിനൊപ്പം ആധുനിക ഡിസൈൻ, നവീന സാങ്കേതികവിദ്യ, മെച്ചപ്പെട്ട പ്രകടനം എന്നിവയുമായാണ് വിപണിയിലെത്തുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോളതലത്തിൽ 18 ലക്ഷത്തിലധികം ഡസ്റ്ററുകളാണ് റെനോ വിറ്റഴിച്ചിട്ടുള്ളതെങ്കിൽ ഇതിൽ 2 ലക്ഷം യൂണിറ്റ് ഇന്ത്യയുടെ സംഭാവനയാണെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ഡസ്റ്റർ എന്ന വാഹനത്തിന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഡിസൈൻ, ഫീച്ചറുകൾ, മെക്കാനിക്കൽ സവിശേഷതകൾ എന്നിവയെല്ലാം രഹസ്യമായി വെച്ചിരിക്കുകയാണ് റെനോ. എന്നാൽ വിദേശ നിരത്തുകളിൽ ഡസ്റ്ററിന് കരുത്തേകുന്ന 1.3 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനായിരിക്കും ഇന്ത്യയിലെത്തുന്ന മോഡലിന്റെയും ഹൃദയമെന്നാണ് റിപ്പോർട്ട്. 156 HP കരുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഈ വാഹനത്തിൽ മാനുവൽ, CVT, ഓട്ടോമാറ്റിക് എന്നീ ഗിയർ ബോക്സുകൾ ട്രാൻസ്മിഷൻ ഒരുക്കും.